തെസ്സലോനിക്കരുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. അതിപ്പം വലിയ ബുദ്ധിമുട്ടാ കണ്ടു കിട്ടാൻ. ഏതാ? വിശ്വാസികളെ നമുക്ക് കാണാം, പക്ഷെ ഉറക്കെ പറ, മാതൃകാ വിശ്വാസികൾ വളരെ വിരളമാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, ഉപദേശിമാരിപ്പം ധാരാളമുണ്ട്, പക്ഷെ മാതൃകാ ഉപദേശിമാർ എല്ലാം ഡോക്ടർമാരും റവറന്റന്മാരും നോട്ടീസൊക്കെ മുഴുവൻ ഡോയും റവയാ. ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ മാതൃകാ പാസ്റ്റർമാര് മിണ്ടുകയില്ല. ഞാൻ പറയുന്നതിൽ എന്തേലും ഉപദേശപരമായി തെറ്റുണ്ടെങ്കിൽ എന്നെ ഓർപ്പിക്കാം. പുസ്തകത്തിലില്ലാത്ത കാര്യങ്ങളാ പറയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഓർപ്പിക്കാം. രീതി ഇതാ. വിശ്വാസികൾ ധാരാളമുണ്ട്, എമ്പിടി വിശ്വാസികളാ, പക്ഷേ മാതൃകാ വിശ്വാസികൾ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഈ സഭയിൽ 10-50 കുടുംബം, ഇവിടെ കൃത്യം എത്ര കുടുംബമുണ്ട്? 51 കണക്കെടുക്കാൻ പോവാ. 50 കുടുംബം ഉണ്ട് ഈ സഭയിൽ. ഇതിനകത്ത് മാതൃകാ വിശ്വാസികൾ എത്ര കുടുംബമുണ്ട്? എന്നോട് പറയുവൊന്നും വേണ്ട, തന്നെത്താൻ നിങ്ങളങ്ങ് ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ഉപദേശിമാർ, പാസ്റ്റർമാർ ധാരാളമുണ്ട്. ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ്റെ അമ്മയോട് പണ്ട് പറഞ്ഞു, മമ്മി, എനിക്ക് ഈ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഇട്ട് ഇൻ ചെയ്യുന്നവരെ പേടിയാന്ന്. അതിൻ്റെ കാരണമുണ്ട്, അത് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. കറുത്ത പാൻറ്റും വെളുത്ത ഫുൾ കൈ ഷർട്ടും ഇട്ട് ഇൻ ചെയ്ത് വരുന്ന പാസ്റ്റർമാർക്ക് സാധാരണ അങ്ങനെ ഒരു എന്തുവാ അതിന് പറയുന്നത്, നമ്മൾ കാണും, ക്ലീൻ ഷേവ്. അവന് പേടിയാന്ന്. വിശ്വാസികൾ ധാരാളമുണ്ട്, പാസ്റ്റർമാർ ധാരാളമുണ്ട്, പെന്തിക്കോസുകാർ ധാരാളമുണ്ട്, പക്ഷേ മാതൃകാ വിശ്വാസികളെ ആ ദൈവത്തിന് താല്പര്യം. നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മൾ മാതൃകയാണ്. അപ്പുറത്തുകാർ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അക്രൈസ്തവരുണ്ട്, നിരീശ്വരവാദിയുണ്ട്. അവരുടെ നടുവാണ് നീ പാർക്കുന്നത്. മാതൃകയോടാണോ? പെന്തിക്കോസുകാർ വഴക്കുണ്ടാക്കും. പഞ്ചായത്ത് മെമ്പറാ വന്ന് സമാധാനം പറഞ്ഞ്, അച്ഛൻ സമാധാനപ്പെട്. പഞ്ചായത്ത് മെമ്പർ നിരീശ്വരവാദിയാ, ദൈവം ഇല്ലെന്ന് അവൻ ദൈവം ഇല്ലെന്ന് പറയുന്നവൻ. ദൈവമോ ചുമ്മാ വിട്ടിത്തം പറയാതെ വെച്ചു. അവൻ ആ മെമ്പർ. പെന്തിക്കോസുകാർ രണ്ടുപേരോട് അടിയാ. അവസാനം പ്രശ്നം രൂക്ഷമായി. സഭ പാസ്റ്റ് പറഞ്ഞിട്ട് 1-2-8 അടുക്കുന്നില്ല. പാസ്റ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളല്ലേ, അങ്ങ് ക്ഷമിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ക്ഷമിക്കത്തൊന്നുമില്ല. പാസ്റ്റ് വേണേ അങ്ങ് ക്ഷമിച്ചു. എന്നാൽ പാസ്റ്റ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നാ ക്ഷമിക്കും. പാസ്റ്റ് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് മേലിൽ ഈ വീട്ടിൽ ഞങ്ങൾ കാഞ്ഞിരംകുളം ഏജി പോവും. അതാ ചാവടി ഏജിന്ന് നമ്മൾ ചൊറിയെണ്ണ ഇവിടുന്ന് പറിച്ച് അപ്പുറലോട്ട് കൊണ്ട് പാസ്റ്റേ കൊണ്ട് തീർന്നില്ല. ഉടനെ പിന്നെ പ്രശ്നം രൂക്ഷ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറെ വിളിക്കാം. അവൻ നിരീശ്വരവാദി. രണ്ടുകൂടെ കയറി കൊമ്പ് കോർത്തു. അന്ന് പഞ്ചായത്ത് മെമ്പർ പറയാ, സമാധാനപ്പെട്, അമ്മാമ്മ ക്ഷമിക്ക്. ആരോട് പറയുന്നു? നിങ്ങൾ പറ. നിരീശ്വരവാദി വിശ്വാസിയോട് പറയുന്നു. എന്തോ പറയുന്നു? ക്ഷമിക്കാൻ. ഒരു കാര്യം പറയാം, എൻ്റെ ശൈലിയും രീതി ഇതാ. ഇന്നിപ്പം തൊട് കൈക്കായതുകൊണ്ട് ഞാൻ ചെറിയ മയത്തിലായി ഇപ്പം നിൽക്കുന്നത്. നാളെ ഇനി വാ. അപ്പം വന്നതിൻ്റെ യാത്രാക്ഷീണം, ഇത്രയും ദൂരം യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ. അപ്പം ഇത് കുറയത്തില്ല. നാളെ ആകുമ്പോൾ ഇച്ചിരൂടെ
കൂടിയവരും. അപ്പം അത് ചിന്തിച്ചിട്ട് താല്പര്യമില്ലെങ്കിൽ ഞാൻ വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ പാസ്റ്റോട് പറയണം, അയാളെ നിർത്തിയാൽ ഞങ്ങൾ നാളെ വരികയില്ല എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ പാസ്റ്റർ അത് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യും. അപ്പോൾ എന്നെ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ അങ്ങ് ഒഴിഞ്ഞു പൊക്കോളാം, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നോണം. ഞാൻ മുഖാന്തരം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്. പക്ഷേ ശുശ്രൂഷയ്ക്ക് ഒരു മയോ അതങ്ങനെ. പിന്നെ നിങ്ങളിവിടെ വന്നിരിക്കുകയും ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാതെ പിന്നെ ഇതിനകത്ത് വിഘടിക്കരുത്, അതിനായി പറഞ്ഞു. പാട്ട് പാടുന്ന പ്രാർത്ഥിക്കുന്ന നിന്നോട് നിരീശ്വരവാദി വന്ന് പറഞ്ഞു തരിക സമാധാനപ്പെടാൻ, ക്ഷമിക്കാൻ. എന്ത് നല്ല മാതൃക അല്ലയോ? മിണ്ടുന്നില്ലല്ലോ ആരും. എന്നാൽ തെസലോനിക്ക വിശ്വാസികളുടെ ഒരു വിശേഷത, ഇവർ മാതൃകാ വിശ്വാസികളാണ്. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. പിന്നെ ഈ ഇപ്പം ഇത് മൂടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് മുഖഭാവം അറിയാൻ മേല. അരിശം കയറിയിരിക്കുകയാന്നോ അതോ ഇനിയും സന്തോഷിച്ചിരിക്കുകയാന്നോ ഇടഞ്ഞിരിക്കുകയാന്നോ? ഇപ്പം ഇത് ഗുണമുണ്ട് കേട്ടോ, ഇത് ഗുണവുമാണ്. അവിടെ ഇരുന്ന് കൊഞ്ഞണം കുത്തിയാൽ പോലും പല്ല് കടിച്ചാൽ പോലും അറിയത്തില്ല. അതുകൊണ്ട് അത് ഗുണവുമായി. സ്തോത്രം. തന്നെയല്ല കടം കൊടുക്കാനുള്ളവൻ വന്നാൽ പോലും പിടികിട്ടുന്നില്ല. അവൻ നേരത്തെ നിന്നെ കണ്ടാൽ പിടിക്കാനിരിക്കുക, പക്ഷെ അടുത്തൂടെ പോയിട്ട് പോലും ഗുണവുമുണ്ട്. സ്തോത്രം. ഒരു ദൈവ പൈതൽ മാതൃകയോടായിരിക്കണം. ആരാധനയിൽ മാത്രമല്ല മാതൃക, എല്ലാ കാര്യത്തിലും മാതൃക വേണം. സ്തോത്രം, സ്തോത്രം. ആട്ടെ, ഞാൻ ദീർഘമാക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. മൂന്നാമത്തെ ഒരു വിഷയം, ഇവര് നല്ലതുപോലെ വേർപാട് പാലിച്ചവരാ. തെസലോനിക്ക വിശ്വാസികൾ നല്ല വേർപാട് പാലിച്ചു. മോളെ ആ 9-10 വാക്യം ഒന്നുകൂടെ വായിച്ചു. അവിടെ വേർപാട് ആശയം വരുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു. അപ്പൊ ഈ വാക്യം നന്നായിട്ടൊന്ന് ചിന്തിച്ചു പഠിച്ചാൽ ഇത് വേർപാടിനെ കാണിക്കുന്നതാണ്. കാരണം തെസലോനിക്ക വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാരും ഈ മാർഗത്തിൽ വരുന്നതിന് മുൻപ് ഇവർ വിഗ്രഹ സേവക്കാരായിരുന്നു എന്ന് പറഞ്ഞ ജാതികളായിരുന്നു. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത്, എന്റെ ഭാഷ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ ആചരിച്ച അനുഷ്ഠിച്ച പിന്തുടർന്ന എല്ലാം വിട്ടു. അതാ വേർപാട്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സിനിമ കാണുമായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ? പറ. കാണുന്നുണ്ട്, കാണുന്നെന്ന് പറയണം. കാണുന്നില്ലേ, സിനിമ കാണുന്നില്ലെന്ന് പറയണം. പിന്നെ എല്ലാ സിനിമയും കാണത്തില്ല, ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമയെ കാണുന്നുള്ളൂ. അത് എപ്പോഴും ഒന്നുമില്ല. നിങ്ങൾക്ക് തുറന്ന് പറയാം. പക്ഷേ ഞാൻ സിനിമയൊന്നും കാണത്തില്ല, പിന്നെ ഒരു സീരിയൽ കാണാറുണ്ട്. എല്ലാ സീരിയലും കാണത്തില്ല. അതേതായി ആത്മീക വർധന വരുത്തുന്ന സീരിയൽ? ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ 2-3 കുപ്പി ഒരു ദിവസം കുടിക്കും. ഇപ്പം രക്ഷിക്കപ്പെട്ട് ഞാൻ അധികം കുടിക്കത്തില്ല. പിന്നെ ഇപ്പം ഓണത്തിന് അളിയനൊക്കെ വന്നപ്പം
അളിയൻ കുപ്പിയായിട്ടാ മിണ്ടുന്നില്ലല്ലോ. അളിയൻ വന്നോ? അതോ അളിയൻ്റെ അടുക്കലോട്ട് പോയോ? സ്തോത്രം. പിന്നെ ക്രിസ്തുമസിന് പിന്നെ എനിക്ക് ദുഃഖം അതുപോലെ സങ്കടം വരുമ്പോൾ ചിലപ്പം സന്തോഷം വരുമ്പോഴും ഇത് രണ്ട് വലിയ മനുഷ്യ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും. സഹോദരിമാരങ്ങോട്ട് എറുകണ്ണിട്ട് നോക്കുന്നു. പാസ്റ്റർ ഞങ്ങളുടെ അച്ചായൻ്റെ കാര്യം തന്നെ. സ്തോത്രം. ആട്ടെ, നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതും പിന്തുടർന്നതും സേവിച്ചതും സ്നേഹിച്ചതിനെയെല്ലാം വിട്ടു. കാരണം ഇപ്പൊ ഈ മാർഗത്തിൽ വന്നിരിക്കുക സത്യദൈവമാകുന്ന നിത്യദൈവമാകുന്ന ഏകദൈവമായ സാക്ഷാൽ ദൈവമാകുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കുക. അപ്പൊ നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതിനെയെല്ലാം വിട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഓണം ആഘോഷിക്കുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞോ? ഉപ്പേരി വറുത്തോ ഈ കൊല്ലം? വറുത്തെങ്കിൽ വറുത്താന്ന് പറയില്ലേ? ഓണത്തിന്റെ കാര്യമായി പറയുന്നത്. ഇല്ല. അതോ കടയിൽ നിന്ന് മേടിക്കുകയായിരുന്നു? വീട്ടിൽ ഇപ്പം മറക്കാനൊക്കെ വലിയ എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിന്റെ ഓരോ കരുതലേ. ഉപ്പേരിയെല്ലാം അടിച്ചാ വന്നിരിക്കുന്നത്. അതിൻ്റെ അറിയാനുണ്ട് പ്രാർത്ഥനയുടെ. പായസത്തിൻ്റെതും ഉണ്ടായിരുന്നു. സേമിയ വെച്ചോ? പിന്നെ ഇനി എന്നാ വെക്കുന്നത്? ഓണത്തിന് നന്നാ. സ്തോത്രം. ഉപ്പേരി തെറ്റാന്നല്ല, കൊള്ളുകാലെന്നല്ല, സേമിയായും കൊള്ളുകാലെന്നല്ല, ആചാരമാണ് ഞാനീ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ആണെന്നില്ല പണ്ടത്തെ പഴമൊഴി അങ്ങനല്ല, കാണം വിറ്റും ഓണം ഉണ്ണണം. ഒരു ദൈവവൈതലിന് ഈ പഴമൊഴിയും പഴഞ്ചൊല്ലും ബാധകമല്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. എല്ലാ ദിവസവും നമുക്ക് നല്ലതാ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുമസ് ആഘോഷിക്കുമായിരുന്നു. ക്രിസ്തുമസ് കേക്കുമൊക്കെ മേടിച്ച് മുറിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നക്ഷത്രമൊക്കെ വാതൊക്കെ നക്ഷത്രമൊന്നും കണ്ടിട്ടില്ലേ? ഇപ്പൊ പിന്നെ പെന്തിക്കോസുകാരുടെ ഹോളിന്റെ വാതുക്കലും ക്രിസ്മസിൽ ഒരു വാക്യവും കൂടെ അതിനടിയിൽ. നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം വാക്യമല്ലേ? വാക്യമുണ്ട്. വാക്യം എന്നാത്തിനാ ഇല്ലാത്ത? തല്ലുണ്ടാക്കാൻ വാക്യമില്ലേ? യഹോവയുടെ കൈ വീര്യം അടിച്ചു. സ്തോത്രം. എല്ലാത്തിനും വാക്യമുണ്ട്. ഈസ്റ്റർ ആഘോഷിക്കുമായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന്. അങ്ങനെ എന്തല്ല. സ്തോത്രം. ഇവിടെ വേർപാടിനെ കാണിക്കുന്നതാ. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. മിക്കവാറും നാളെ ആള് കുറയാൻ സാധ്യത കാണുന്നുണ്ട്. സ്തോത്രം. നോക്കാം. ആട്ടെ, 2 പേരേ ഉള്ളെങ്കിലും മതി. ഇത് പിടിക്കുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ പിന്നീട് കാണട്ടെ. സ്തോത്രം. അപ്പൊ തെസലോനിക്ക വിശ്വാസികളുടെ വിശേഷത 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. 3, ഇവര് നല്ലതുപോലെ വേർപാട് പാലിക്കുന്നവരാ. ഒരു ദൈവ പൈതൽ പെന്തിക്കോസുകാരി നല്ലതുപോലെ വേർപാട് പാലിക്കണം. എല്ലാവരും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും അനുഷ്ഠിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനും കാണാനും നോക്കാനും നമുക്ക് പ്രമാണമില്ല.
സ്തോത്രം. തുമ്പി തുള്ളാനൊന്നും പോകരുത്. കഴിഞ്ഞു. വടംവലിക്കാനൊന്നും. വടംവലി നമുക്ക് സഭയിലുണ്ടല്ലോ വടംവലി. സെക്രട്ടറി 5-6 പേര് ഇങ്ങോട്ട് വലിക്കുന്നു, ട്രഷററും 5-6 പേരും. സഭയിലില്ല. സഭയിൽ പാനൽ, വടംവലിയല്ല, പാനൽ വലി അല്ലേ? ഇലക്ഷന്റെ സമയത്തൊക്കെ നല്ല നല്ല വടംവലിയല്ലേ അല്ലേ? അസംബ്ലി സോടും പുറകോട്ടൊന്നുമല്ല, നല്ല വടംവലിയാ. നല്ല ചൊവ്വിനെ വലിച്ച. പിന്നെ IPCയുടെ വലി ഞാനിപ്പോ പറയുന്നില്ല. ചർച്ചക്കോട്ടിൽ ഇപ്പം വടംവലി, നേരത്തെ അത്ര ഇല്ലായിരുന്നു. എല്ലായിടത്തും വടംവലിയാ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിന് വടംവലിയുണ്ട്. പിന്നെ ഓണത്തിന് പോയി ഉരുണ്ട് വീട് ഇടാകുമ്പോ ഉരുണ്ട് വീടുണ്ട. നിങ്ങൾ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് ഞാൻ പേടിക്കുമെന്ന് ഓർത്താന്നോ? നല്ല ചേലായി. സ്തോത്രം. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പിന്തുടർച്ചയും പാടില്ല. നീ ദൈവ പൈതല. കർക്കശമായ വേർപാട് പാലിക്കണം. അപ്പൊ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശേഷതയാണ് കർത്താവിന്റെ മഹത്വം. ഞാൻ അത് ദീർഘമാക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വലിയ തൃപ്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ 9 മണിയാകുമ്പോൾ അങ്ങ് നിർത്തുക. ഞാൻ ഇച്ചിരിയേറെ പ്രസംഗിക്കണമെന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷേ ഒരു മനോഗുണം കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാലൊന്നും പ്രസംഗിക്കുകയല്ല. അതിനൊക്കെ രീതികളുണ്ട്. അപ്പം നോക്കട്ടെ, ഇന്ന് വൈകിട്ട് കുറച്ചുകൂടെ പ്രാർത്ഥിക്കട്ടെ. ഇനി എൻ്റെ പ്രാർത്ഥനാ കുറവ് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ടൈപ്പായിട്ടിരിക്കുന്നത്. ഞാൻ തന്നെ കുറ്റമേറ്റെടുക്കുക. രാത്രി കുറച്ചുകൂടെ പ്രാർത്ഥിക്കാം. നാളെ നോക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണം. പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചു. അതിങ്ങനെ വന്നത്. ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവര് മാതൃകാ വിശ്വാസികൾ. 3, ഇവര് നന്നായിട്ട് വേർപാട് പാലിച്ചു വരാം. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള ഇവർ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. വിശ്വപ്രസിദ്ധ വിശ്വാസം ഉണ്ടായിരുന്ന തെസ്സലോനിക്കരുടെ വിശ്വാസം ഇപ്പൊ കുറഞ്ഞു. അതാ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ പ്രാർത്ഥിപ്പാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. വായിച്ചേ 3:10. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും. അല്ലയോ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി കുറവ് തീർക്കാൻ പോവുക. അപ്പൊ ഇവർക്ക് ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവരിപ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയുള്ളവരാ? കുറവുള്ളവരാ. ആരംഭത്തിൽ എങ്ങനെ ആയിരുന്നു? ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. നല്ല വിശ്വാസം, നിറഞ്ഞ തികഞ്ഞ വിശ്വാസികളായിരുന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു. എന്തിനാ അവരുടെ കാര്യം പറഞ്ഞ? നമ്മുടെ കാര്യവും അല്ലേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഞാനും കുറ്റക്കാരനാ. ഞാൻ എന്നെ പ്രതിയാക്കുക. നമ്മൾ വിശ്വാസമാർഗത്തിൽ വന്നപ്പം, ഇപ്പം ഈ കോവിഡ് ആയതുകൊണ്ടാണ് എല്ലാവരും കസേര അകലം പാലിച്ചൊക്കെ ഇരിക്കുന്നത്. പണ്ട് നമ്മൾ വിശ്വാസത്തിൽ മുട്ടയിലിരുന്ന ആത്മാവിലാകുന്നത് ഇല്ലേ? ഇപ്പോഴോ എത്രയോ നാളായി ഒന്ന് മുട്ടയിൽ ഇരുന്നിട്ട്. അന്നൊക്കെ പെട്ടെന്ന് ഇരിക്കുക എഴുന്നേക്ക്. ഇപ്പോൾ ഒന്ന് മുട്ടയിലിരുന്നാലോ ആരെങ്കിലും വന്ന് കൈ തരണം, എന്നാലേ. അല്ല പിന്നെ കയ്യും കുത്തി അവിടെ കിടന്ന് കറങ്ങുന്ന കാണാം. അരിയാട്ടുന്നത് പോലെ കിടന്ന് ആട്ടിയാലേ ഒന്ന് വയ്യ. കുറ്റം പറയല്ല. പണ്ട് യോഗത്തിന് വന്നിരുന്ന പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴേ നമ്മൾ കണ്ണടക്കിയ. ഇപ്പം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഉടനെ കണ്ടോ രീതി കണ്ടോ? പണ്ട് സഭായം അങ്ങോട്ട് പ്രാർത്ഥിച്ച് നിർത്തിയ ഉടനെ പാട്ടെടുത്തിടും. ഇപ്പോഴല്ല, പണ്ട് പ്രാർത്ഥിച്ചങ്ങോട്ട് കണിങ്ങനെ ഉന്നം പിടിച്ചിരിക്കുക പാട്ട് പാടാൻ. ആ തീക്ഷണ പാട്ടുപുസ്തകമൊക്കെ എടുത്തിങ്ങനെ നല്ല ഓർമ്മയില്ലാത്തവർ പാട്ടുപുസ്തകം അത് ആവശ്യമാണ്. ഇങ്ങനെ ഇരിക്കും. പാസ്റ്റർ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ വാഴ്ത്തിടുന്നു പാടാൻ പറഞ്ഞല്ലേ? ഞാൻ എൻ്റെ രീതി പറഞ്ഞതാ. കുഴപ്പമൊന്നുമില്ല, പാടിക്കൊണ്ട് തെറ്റൊന്നുമല്ല, നല്ല പാട്ടല്ലേ. അപ്പൊ ആരംഭ സമയത്ത് അത്രയും തീക്ഷണതയാ. ഇപ്പോഴോ പാസ്റ്റർ പ്രാർത്ഥന നിർത്തി
അവസാനം ഒരു പാട്ട് പാടാം, ആരും പാടുന്നില്ല. പാടിയാട്ടെ, ഒന്ന് പാട്ട് പാടുന്ന ഏത് പാട്ടാണ്? പിന്നെ ചില മാസ്റ്റർമാർ പറയും ഏതേലും ഒരെണ്ണം പാട്. എൻ്റെ ദൈവത്താൽ അവന് ഇതിനെപ്പറ്റി യാതൊരു ബോധവും. സ്തോത്രം. ആരാധന തുടങ്ങുമ്പോൾ ഏത് പാട്ട് പാടും ഒന്നും അറിയത്തില്ല. അപ്പൊ ആരംഭകാലത്ത് നല്ല തീക്ഷ്ണതയാ. ഇപ്പൊ പിന്നെ സഭകളിൽ അധികം സാക്ഷ്യത്തിന് സമയം കൊടുക്കുന്നില്ല. പണ്ടൊക്കെ സാക്ഷിക്കുള്ള സമയം നല്ല വെടി തീർക്കും പോലെ പഴയ അമ്മച്ചിമാര് 2 ശീലി പാട്ടുമൊക്കെ പാടി ചാടി ഒരു എഴുന്നേപ്പും. ഇപ്പോഴോ ഇരുന്ന് ആലോചിക്കും പറയണോ, കാരണം എന്തെങ്കിലും കുരുക്കൊപ്പിക്കാനായി ആലോചിക്കുന്നത്. പിന്നെ ആ കൂടെ പറഞ്ഞ സാക്ഷി മോൻ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്, അവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലസ്സിക്ക് ഒരു വിവാഹം നടക്കണം. പിന്നെ ഞാൻ ശാരീരികമായിട്ട് ആരാധന കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. ഇതൊക്കെ അല്ലേ സാക്ഷി? കഴിഞ്ഞ ദിവസം പോയി ഷുഗർ നോക്കിയപ്പോൾ 300. ഇതൊക്കെ എപ്പോഴത്തെ സാക്ഷി. പണ്ടങ്ങനല്ല. 2 ശീലി പാട്ട് പാടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചയോട് സുവിശേഷം പറഞ്ഞു, 2 കുടുംബം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞ് അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം, സ്തോത്രം, എനിക്ക് കുറച്ചുകൂടെ കൃപ പ്രാപിക്കണം. ഇതൊക്കെ ആരംഭം. വിശ്വാസം കുറഞ്ഞതിന് ഞാൻ ലക്ഷണം പറയുക അല്ലേ? അപ്പൊ ആരംഭകാലത്ത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എന്നാൽ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു. കുറവുള്ളത് കൊണ്ടാണെന്നില്ല പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കണം, പരിഹരിക്കണം. ഞാൻ ഇനി കുറ്റമായിട്ട് പറയുന്നില്ല. ഏത് വ്യക്തിക്കും വിശ്വാസത്തിൽ കുറവ് വരാം. നമ്മളെല്ലാം മനുഷ്യരാ, ഈ ലോകത്തിലാ ജീവിക്കുന്നേ. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ കുടുംബസ്ഥരാണ്, സമൂഹത്തോടും ചുറ്റുപാടുകളോടും നമുക്ക് ചില പ്രതിബദ്ധതയുണ്ട്, പല കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇടപെടുന്ന രീതികളൊക്കെ വെച്ച് ചിലപ്പോൾ ചിലർക്ക് വിശ്വാസത്തിൽ കുറവ് വരാം. എന്നാൽ ആ കുറവുണ്ടെന്നോർത്ത് നീ കുറഞ്ഞ് തീരരുത്, നശിക്കരുത്. നിന്റെ കുറവുകൾ പരിഹരിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെടണം. അതിനായി കൂട്ടായ്മയും പ്രാർത്ഥനയും ആരാധനയും. നമ്മൾ ഈ യോഗം വെക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും വണ്ടി മേടിക്കാനും മത്ത് മേടിക്കാനും അത് കല്യാണം നടക്കാനും ജോലി കിട്ടാനുമല്ല. അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് വന്നോളൂ. നിന്റെ വിശ്വാസത്തിൽ നീ ശക്തിപ്പെടാനാ. നീ വിശ്വാസത്തിൽ ബലപ്പെടണം. നീ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. നീ വിശ്വാസത്തിൽ ധൈര്യപ്പെടണം. ധൈര്യപ്പെട്ട് അത് വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതിനാ യോഗങ്ങൾ. അപ്പോൾ വിശ്വാസത്തിന്റെ കുറവ് ഞാൻ പറയാനുണ്ട്. ഏത് വ്യക്തിക്കും വിശ്വാസത്തിൽ കുറവ് വരാം. ആട്ടെ, ഉദാഹരണം, നിങ്ങൾ വചനമൊക്കെ ഗ്രഹിക്കുന്നവരുണ്ട്. ഉദാഹരണം, വിശ്വാസികളുടെ പിതാവ് ആരാ? സാധാരണ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ആരാ? അബ്രഹാം. അബ്രഹാമാണല്ലോ വിശ്വാസികളുടെ പിതാവ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ ജീവിതം ഒന്നെടുത്താൽ വിശ്വാസത്തിന്റെ 4 രീതി കാണാം. 1, വിശ്വാസത്തിന്റെ ആരംഭം. 2, വിശ്വാസത്തിന്റെ ബലഹീനത. സ്തോത്രം. 3, വിശ്വാസത്തിന്റെ വളർച്ച. 4, വിശ്വാസത്തിന്റെ പൂർത്തീകരണം. അപ്പോൾ വിശ്വാസത്തിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ തളർച്ച, വിശ്വാസത്തിന്റെ വളർച്ച, വിശ്വാസത്തിന്റെ പൂർത്തീകരണം. കമ്പിവാചകം പോലൊന്ന് ചിന്തിക്കാം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്. നമുക്കറിയാം അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? ഉറക്കപ്പറ. 12 അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത്
ആട്ടെ, സമയം പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26 വായിച്ചേ. തേരഹിന് 70 വയസ്സായപ്പോൾ തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. വേദപുസ്തകത്തിൽ അബ്രഹാമിനെ പറ്റി ആദ്യം കാണുന്ന ഉൽപ്പത്തി 11:26. 12-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വിളിയെ കാണുക. ഇനി 12-ന് വായിച്ചേ മോളെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറയാ, ദേശം, ചാർച്ച, പിതൃഭവനം വിടണം. ഇത് എവിടെ വെച്ചാ പറയുന്നത്? ആ 11-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഇനി 12-ാം അധ്യായത്തിൽ പറയുകയാണ് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. അപ്പൊ ഇത് എവിടെ വെച്ചാ പറഞ്ഞേ? ഹാരാന് വെച്ചു. അപ്പൊ ഉൽപ്പത്തി 11-ന്റെ ഒടുവിലും 12-ന്റെ ആദ്യ വാക്യം കൂടെ ചേർത്ത് പിടിച്ചാൽ ഹാരാന് വെച്ച് ദൈവം പറയുകയാ, ദേശവും ചാർച്ചയും പിതൃഭവനവും വിടണം. ശരി, പക്ഷേ ഹാരാന് വെച്ച് പറഞ്ഞു പരമാർത്ഥമോ? പക്ഷെ ഹാരാന് വരുന്നതിന് മുന്നമേ പറഞ്ഞതാ. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2. നമുക്ക് അറിവുള്ള വാക്യമാണ്, എന്തായാലും വായിച്ചു. സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇതാ ഉള്ളത് തന്നെയോ എന്ന് മഹാപുരുഷെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ഹാരാനി വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊട്ടോമിയായിരുന്നപ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ വായിക്കുന്നത് ഹാരാനി വരുന്നതിന് മുമ്പ് സ്ഥലവും പറഞ്ഞു, മെസപ്പൊട്ടോമിയായിൽ ഇരിക്കുമ്പോ തന്നെ. അപ്പോൾ ഉൽപ്പത്തി 11-12 അധ്യായം പഠിക്കുമ്പോൾ ഹാരാന് വെച്ച് ഇടപെട്ടതായിട്ടാ കാണുന്നത്. ശരി, പക്ഷെ ഹാരാന് വരുന്നതിന് മുന്നമേ ദൈവം ഇടപെട്ടതാണ്. മെസപ്പൊത്തോമിയായി വെച്ച ദൈവം പറഞ്ഞു, നീ ദേശം, ചാർച്ച, പിതൃഭവനം വിട്ട് പുറപ്പെടണം. അബ്രഹാം ദൈവശബ്ദം കേട്ടപ്പോൾ പുറപ്പെട്ടു. 3 കാര്യം വിടാനാ പറഞ്ഞ: ദേശം, ചാർച്ച, പിതൃഭവനം. അബ്രഹാം വിട്ട് പുറപ്പെട്ടിറങ്ങണം. അബ്രഹാം 3 കാര്യം വിട്ടോ? എന്തേലും പറ. 2 കാര്യമേ വിട്ടുള്ളൂ. ഒരു കാര്യം വിട്ടത് ഏതൊക്കെയാ, വിടാത്തത് ഏതൊക്കെയാ? വിട്ടതിന് ആദ്യം പറ. ദേശം വിട്ടു, പിതൃഭവനവും വിട്ടു, പിന്നെ ചാർച്ചക്കാരെ വിട്ടിട്ടില്ല. ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ടായി ലോത്ത് കൂടെ നിൽക്കുന്നു. ഇടയ്ക്ക് വരെ അപ്പനും ഉണ്ടായിരുന്നു. അപ്പൊ ചാർച്ചക്കാരുടെ പ്രതിനിധിയായിട്ട് ലോത്തുമുണ്ട്. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്. അബ്രഹാം ഈ ഹാരാന് വെച്ചതെല്ലാം വിട്ട് പിന്നെ യാത്ര ചെയ്യുക. എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം, നല്ല ആരംഭമാണ്. ദേശമെല്ലാം വിട്ടേച്ച് പോരുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അബ്രഹാമിനെ പറ്റി നന്നായിട്ട് പഠിച്ചാൽ നമ്മൾ ഒറ്റവാക്കി പറയാം, അബ്രഹാം ഇതെല്ലാം വിട്ടേച്ച് പോകണം. നമുക്കിതൊന്നും ഇല്ലാഞ്ഞിട്ട് വിടാൻ തന്നെ അബ്രഹാമിനെ നമ്മളെയും കൂടെ പഠിക്കുമ്പം അബ്രഹാം ഇതെല്ലാം വിട്ടു. അമ്മാമ്മ ഇതെല്ലാം വിട്ടേച്ച് വരണം. അച്ചായൻ ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. അബ്രഹാം എന്തൊക്കെയാ വിട്ടത്, സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന്, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ഒരു മഹത്തായ ബൃഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. അംഗബലമുള്ള കുടുംബമാണ്, ചെറിയ കുടുംബമല്ല. ഇപ്പോഴത്തെ അണുകുടുംബം പോലല്ല. ഇപ്പൊ അപ്പനും അമ്മയും 2 പിള്ളേരും. അമ്മച്ചി എവിടെ? അമ്മച്ചി അനാഥശാലയെ വിട്ടിരിക്കുക. മിക്കയിടത്തും അമ്മമാര് പെൺപിള്ളേരുടെ കൂടെ, മോൻ്റെ കൂടെ നിൽക്കുന്നില്ല ചിലയിടത്ത്. കാരണം മരുമകൾ അമ്മേ പറ, മരുമക്കൾ പറ. യോടി മിക്ക അമ്മമാരും കൂടുതൽ സമയവും പെൺപിള്ളേരുടെ കൂടെ. അപ്പൊ അവിടുത്തെ അമ്മയും അവിടുത്തെ പെൺപിള്ളേരൊക്കെ പോയി ഇങ്ങനെ ഭർത്താവിൻ്റെ അമ്മയെ കൂടെ നിർത്താത്ത ധാരാളം പെന്തിക്കോസുകാരി സഹോദരിമാരുണ്ട്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നറിയാൻ മേലെ.
പറയുമൊന്നും വേണ്ട. ആത്മാവിലാകുന്നതിന് ഒരു കുറവും ഇല്ല. നന്നായിട്ട് മറുഭാഷയും പറയും, മേപ്പോട്ടിക്ക് പൊട്ടി ചാടുകയും ചെയ്യും. ഇപ്പം 5 ബൈബിളായി. കാരണം കുത്തഴിഞ്ഞ് ബൈബിളിൻ്റെ എപ്പോഴും അങ്ങ് മറിച്ച്. പക്ഷേ അപ്പനെ അമ്മയും വീട്ടിൽ നിർത്തുകയില്ല. എല്ലാവരും എടുക്കപ്പെട്ടതാണെന്നോ അതോ അല്ല അനക്കോ ഒന്നും കേൾക്കുന്നില്ല. സ്തോത്രം. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷേ ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല, കുടുംബം വിട്ടേച്ചിറങ്ങി. നമ്മൾ ചിലരോട് സുവിശേഷമൊക്കെ പറയല്ലേ, അച്ചായ മാനസാന്തരപ്പെടണം, യേശുവിനെ അറിയണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, ആമേ കൃപയിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ ചെല്ലു പറയും, തങ്കച്ച ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം, ഇത് സത്യമാണെന്നും അറിയാം. പക്ഷേ തങ്കച്ചൻ ഉദ്ദേശിക്കും പോലെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ കാഞ്ഞിരംകുളം പൂവാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ വലിയ നമ്പർ 1 കുടുംബമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പലരുടെയും കുടുംബത്തിൻ്റെ വിശേഷതയൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മിണ്ടാതിരിക്കാൻ ഏറ്റവും നല്ലതാ. വല്യമ്മയുടെ ചരിത്രവും, പെങ്ങള് പോയ ചരിത്രവും, അനിയത്തി പോയ ചരിത്രവും, അനിയൻ കാട്ടിക്കൂട്ടിയതും ചേട്ടൻ കാട്ടിക്കൂട്ടിയതും അപ്പൻ്റെ ഇത്, അതുകൊണ്ട് കുടുംബചരിത്രം ഒന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ എപ്പോഴും പറയും, വല്ലതും പറയാനുണ്ടെ കാൽവരി ക്രൂശി പറഞ്ഞോണം. ജ്ഞാനി തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ ധനത്തിലും പ്രശംസിക്കരുത്. നമുക്ക് വല്ലതും പറയാനുണ്ടെ കാൽവരി ക്രൂശില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല, ദൈവത്തെ വലുതായി കണ്ടു. അത് ആരംഭം അതിശ്രേഷ്ഠമാണ് ഈ പറഞ്ഞത്. 2, അബ്രഹാമിന്റെ ഒരു വിശേഷത, ഉന്നതമായ ജാതിയിൽപ്പെട്ടയാളാ അബ്രഹാം. ഞാൻ ജാതി പറയല്ല, പക്ഷെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല. അബ്രഹാമിന്റെ ജാതി ഏത് ജാതിക്കാരനാ? ഉറക്കെ പറ. അബ്രഹാം ഏത് ജാതിയാ? യോടി അബ്രഹാം ഏത് മനസ്സിലാകാഴിയാണോ? അബ്രഹാം ഏത് ജാതിപ്പെട്ടതാന്ന്? പക്ഷെ ഞങ്ങൾക്ക് ഈ ജാതി പറയുന്നൊന്നും വലിയ താല്പര്യം കൊള്ളാം. ഞങ്ങൾ ദൈവമക്കളാ. ആ വിശേഷം ഒന്നും എന്നോട് ഇപ്പം പറയാതിരിക്കുന്നതാ. ഒരു കല്യാണ ആലോചന വരട്ടെ, കല്യാണാലോചന വരട്ടെ. ചെല്ലു പറയുന്നത് കേട്ടില്ലേ, പാസ്റ്റർ മോനൊരു പെൺകുട്ടിയെ വേണം. ചില പാസ്റ്റർമാർ പലയിടത്ത് പോയി പലരെ പരിചയമുള്ളത് കൊണ്ടാണ്. എന്തുവാ നിങ്ങളുടെ ഡിമാൻഡ്? ഞങ്ങൾക്കൊന്നുമില്ല, നല്ലൊരു പെൺകുട്ടിയായിരിക്കണം, ആത്മീയമുള്ള. അപ്പം ഇടനിലക്കാരനോ ബ്രോക്കറോ പാസ്റ്റർമാരോ പറഞ്ഞത്, ഇന്നടത്തൊരു നല്ല പെൺകുട്ടിയുണ്ട്, നല്ല ആത്മീയമാണ്, അവൾക്ക് വേദപുസ്തകമെല്ലാം നല്ല തിട്ടമാണ്, നന്നായിട്ട് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും മിക്കപ്പോഴും ഉപവാസവും പ്രാർത്ഥനയാണ്, നല്ല പക്വതയും പാകതയൊക്കെ ഉള്ള നല്ലൊരു പെൺകുട്ടി, നമുക്കൊന്ന് ആലോചിക്കാം. ആലോചനയെല്ലാം വന്ന് മുറുകി വന്നു കഴിയുമ്പോൾ ചോദിക്കും, നമ്മുടെ തന്നെയാണോ? നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? അവിടെ ഞാൻ പോയി കഴിയുമ്പം കളിപ്പിച്ചേ അത് പറയാനാണോ? സ്തോത്രം. ചോദിക്കും. ഉടനെ നമ്മൾ പറയും, അയ്യോ അവരങ്ങനെ ലോകപരമായിട്ട് വലിയ ഉന്നത ജാതിയൊന്നുമല്ല, പക്ഷെ ദൈവമക്കളാ. ഉടനെ ഈ ആത്മീയം പറഞ്ഞ അച്ചായനോ കൊച്ചമ്മ പക്ഷേ നമുക്ക് എതിരൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരും
എന്നാൽ പിന്നെ നീ ആദ്യം ഈ മറിപ്പൊപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ നിന്റെ കുടുംബക്കാരോട് പറഞ്ഞാൽ പോരെ? അല്ല, നിങ്ങൾ സമാധാനം പറയാതെ ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ പറ. അല്ലേലിയ പിന്നെ പറയാം. ഇതിന് സമാധാനം പറഞ്ഞിട്ട് മതി. ഇപ്പം നമ്മുടെ ആത്മീയമോ അമ്മാമ്മ പോകാനിരുന്നാന്നോ? പുറകോട്ട് നോക്കി പോണോ? നമുക്ക് 9 പോയാൽ പോരെ? 9 മണി മതി, അത് മതി. ഇതുകൂടെ അങ്ങ് കേട്ടേച്ച് പോവാ. സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാമിന്റെ ജാതി ഒറ്റ വാക്കി പറയാൻ, നിങ്ങൾ പുസ്തകം പഠിച്ച കൽദായ ജാതിയാ. ഈ കൃപയിൽ വരുന്നതിന് മുമ്പ് കൽദയ ജാതി. കൽദയ ജാതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാതികളിൽ ശ്രേഷ്ഠമേറിയ ഒരു ജാതിയാ. ഉഗ്രന്മാരാ. ഭൂമണ്ഡലം മുഴുവൻ കൈയടക്കുന്നവരാ. കൽദയ ജാതിക്കാർ അറിവും ജ്ഞാനവും വിവേകവും വൈഭവശേഷിയുള്ളവരാ. എല്ലാ വാക്യങ്ങളും പേടിപ്പിക്കുന്നില്ല. അപ്പോൾ ജാതിയിൽ ഉന്നതനായിരുന്ന അബ്രഹാം. പക്ഷേ ദൈവശബ്ദം കേട്ടപ്പോൾ തന്റെ ജാതി വലുതായി തോന്നിയില്ല, ദൈവത്തെ വലുതായി തോന്നി. ചെറിയ കാര്യമല്ല അബ്രഹാം ഇറങ്ങിയത്. നമ്മൾ പലരോട് സുവിശേഷമൊക്കെ പറയുമ്പോൾ പറയും ഇതെല്ലാം സാധ്യമാണ്, പക്ഷെ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ പാസ് ഉദ്ദേശിക്കും പോലൊന്നുമല്ല. ഞങ്ങളുടെ ആൾക്കാർ ജാതി, ഞങ്ങളുടെ കുടുംബക്കാർ ഇപ്പോഴും ചിലരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയല്ല, അങ്ങനത്തെ ജാതിയാണ്. പിന്നെ കല്യാണത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലും കൊടുക്കാനുണ്ടേ കൊടുത്ത് ഒരു അണ്ടാവോ പാനോ പാത്രമോ ഒക്കെ കൊടുത്തേച്ച് തലേന്ന്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പിന്നെ പാസ് ഇതെന്നാ ഉദ്ദേശിച്ചേക്കുന്നത്. അവർ കുറഞ്ഞതാണ്, ഞങ്ങൾ പിന്നെ പാട്ട് പാടുമ്പോൾ ഒടുവിലത്തെ ലൈൻ വരുമ്പോൾ ഇങ്ങനായിരുന്നു വിറയ്ക്കുന്നത്. ആദ്യത്തെ ലൈൻ പാടുമ്പോൾ വിറക്കിയല്ല, ഒടുവിൽ. ആട്ടെ, ഞാനങ്ങ് ചോദിക്കാം, നിങ്ങൾ കർത്താവ് അനുവദിക്കാൻ നാളെ വരുമോ? വരുമോ? അല്ല, നോട്ടോ ഇരിപ്പം കണ്ടിട്ട് എങ്ങനെയും മല്ലജാതി നിർത്തിയേച്ചൊന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയല്ല. അതറിയണ്ടേ? അവസാനം ഞാൻ നാളെ ഇവിടെ വരികയും നിങ്ങൾ വരാതിരിക്കുകയും ചെയ്താൽ അതൊരു സുഖമല്ലല്ലോ. വേണം ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന്, ഉന്നതമായ ഒരു കുടുംബം, 1800 ശിഷ്ടം അംഗങ്ങളുള്ള ബൃഹത്തായ മകത്തായ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തി അബ്രഹാം. ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തിന്റെ വലിപ്പമൊന്നും അബ്രഹാം നോക്കിയില്ല, ദൈവത്തെ വലുതായി കണ്ടു. 2, ജാതിയിൽ ശ്രേഷ്ഠനാ. ദൈവശബ്ദം കേട്ടപ്പോൾ ജാതിയുടെ മകത്വമൊന്നും അബ്രഹാം വകവെച്ച് കൊടുത്തില്ല, ദൈവത്തെ കണ്ടിറങ്ങി. സ്തോത്രം, സ്തോത്രം. 3, അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം മെസപ്പൊത്തോമിയക്കാരനാണ്. നമുക്കറിയാം, ലോക സംസ്കാരത്തിൽ നമ്പർ 1 സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അല്ലേ മോനെ? അല്ലേ? മെസപ്പൊട്ടോമിയ ഉന്നതമായ സംസ്കാരത്തിൽ പെട്ടയാളാണ് അബ്രഹാം. ദൈവശബ്ദം കേട്ടപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം വലുതായിട്ട് കണ്ടില്ല, ദൈവത്തെ വലുതായി കണ്ടു. അതിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, വിവരിക്കുന്നില്ല. ഉന്നതമായ സംസ്കാരമാണ്. ചിലർ പറയല്ലേ, പെന്തിക്കോസിൽ പോകുന്ന സംസ്കാരമില്ലാത്ത ആൾക്കാരാ. നിനക്ക് വിവരമില്ല. എന്താ? എത്രയോ ഉന്നതന്മാർ, ലോകപരമായിട്ടേ എത്രയോ ഉന്നതന്മാർ ഈ മാർഗം സ്വീകരിച്ചതിനകത്ത് വന്നു. അവർക്ക് ബോധ്യപ്പെട്ടു ഇതാ ശ്രേഷ്ഠമേറിയ മാർഗം. സ്തോത്രം, സ്തോത്രം. ഇപ്പോഴും പെന്തിക്കോസ് വന്ന് ചിലർക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്ത, ഞാൻ ഇന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നു ഈ പെന്തിക്കോസ് എന്ന് പറയുന്നത് സംസ്കാരമില്ലാത്ത അങ്ങനെയുള്ളവന് സമയം കൊടുക്കരുത്, ഇരിയടാന്ന് പറയണം. അവിടെ നിന്റെ അദ്വൈതം ഒന്നും കേൾക്കണ്ട.
പെന്തക്കോസ്ത് വന്നതെല്ലാം കൊള്ളുകല്ലാത്ത ആൾക്കാരാണോ? ലോകത്തിലുള്ള സകല മനുഷ്യനും പ്രാപികളാണ്. ഞാൻ ആ വിഷയത്തിലല്ല പറഞ്ഞത്. ലോകപരമായി വിദ്യാഭ്യാസമുള്ളവരും ഉന്നത കുലജാതികളും മാന്യന്മാരും ഒക്കെ ഈ മാർഗത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠതയാണ്. സ്തോത്രം. ഈ മാർഗം തെറ്റായ മാർഗമല്ല, ശരിയായ മാർഗമാണ്. അപ്പൊ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ എന്ന അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. അപ്പൊ ഒന്ന്, വലിയൊരു കുടുംബത്തിൽപ്പെട്ടയാള്. 2, ജാതിയിൽ ഉന്നതൻ. 3, സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയയിൽ ജനിച്ചത്. 4-മത്തെ ഒരു വിശേഷത, അബ്രഹാം കൽദയ പട്ടണമായ ഊര്, അപ്പൊ ടൗണിലാണ്, പട്ടണവാസിയാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിലെ സുഖജീവിതം വേണ്ട, ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഇറങ്ങിത്തിരിച്ചു. മുമ്പേ പറഞ്ഞ പോലെ ആ കാര്യത്തിന് ഞാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മിഷനറിമാരെയാണ്. അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും അങ്ങനെയുള്ള നല്ല നല്ല ഉന്നതമായ പട്ടണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ വലിയ വലിയ രാജ്യത്തിൽ നിന്ന് അവിടുത്തെ സുഖലോലുപതയെല്ലാം വിടിഞ്ഞ് അനേകം മിഷനറിമാര് യാതൊരു മെച്ചോ അന്നത്തെ കാലത്തില്ലാതിരുന്ന ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് വന്ന് ആർക്കും വേണ്ടാതെ മുദ്രയടിക്കപ്പെട്ട, ഞാനിനി ഓപ്പണായിട്ട് പറയാം, അധസ്ഥിതരും അധകൃതരെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ വന്ന് നല്ല തുണി പോലും വന്ന് ഉടുക്കുന്നില്ല, മുഴുവൻ പാടത്ത് പണിയെടുക്കുക, വൃത്തിയുള്ള ഒരു ശരീരമല്ല, കാരണം ചേറും ചെളിയ, നല്ല വസ്ത്രമില്ല, ഭക്ഷണക്രമവും അവരുടെ രീതിയല്ല, എല്ലാത്തിനും വിഭിന്നമാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സുഖജീവിതവും ആ ടൗണിലെ എല്ലാ കാര്യങ്ങളും മാറ്റി. അന്ന് കറണ്ട് പോലും ഇവിടെ സുലഭമല്ല. അങ്ങനത്തെ കാലത്ത് അതെല്ലാം വിട്ടേച്ച് ഈ കൊച്ചു കേരളത്തിൽ വന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന്, ഈ കേരളത്തിൽ വന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്ത്, ഈ സത്യസുവിശേഷം അറിയിച്ചു കൊടുത്ത്, അവർക്ക് അക്ഷരം പഠിപ്പിച്ച്, നല്ല വസ്ത്രം കൊടുത്ത്, വിദ്യ കൊടുത്ത്, അവരെ ചേർത്ത് നിർത്തി ഈ മാർഗം പഠിപ്പിച്ച ആ മിഷണറിമാരുടെ നല്ല പ്രവൃത്തി ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവരാ പട്ടണത്തിലെ ജീവിതവും സംസ്കാര ജീവിതവും ഒക്കെ വലുതായി കണ്ടിരുന്നെങ്കിലോ നമ്മൾ ഇന്നും ഇതിനകത്ത് വരാൻ താമസിച്ചേനും. അവരതൊന്നും വലുതായി കാണാതെ യേശു ക്രിസ്തുവിന്റെ ദർശനമേറ്റെടുത്ത് ഈ രാജ്യത്ത് വന്ന് സുവിശേഷം അറിയിച്ചത് കൊണ്ടും ഇതിനൊക്കെ വരുത്തിയത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഇന്ന് അന്തസ്സോടെ കർത്താവിന്റെ സാക്ഷികളാകാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ജീവിതം, ആ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠമാണ്. അതിശ്രേഷ്ഠം. എല്ലാം വിവരിക്കുന്നില്ല. അപ്പോൾ ആരംഭം അതിശ്രേഷ്ഠം. പക്ഷെ ആരംഭം അതിശ്രേഷ്ഠമാണെങ്കിലും ഈ അബ്രഹാമിനും വിശ്വാസത്തിൽ അല്പം തളർച്ചയുണ്ടായി. കുറെ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് വിശ്വാസത്തിൽ അല്പം ക്ഷീണം, തളർച്ച. അതേ ആ തളർച്ച 12:10 വായിച്ചേ. അബ്രഹാമിന് വിശ്വാസത്തിൽ ഒരു ചെറിയ ക്ഷീണം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർക്കാൻ അവിടേക്ക് പോയി. അതാ ചെറിയ ക്ഷീണം വന്നത്. വിശ്വാസത്തിൽ സംഭവിച്ചൊരു ചെറിയ ബലഹീനത. ക്ഷീണമെന്ന് പറയുന്നില്ല, കാരണം വേറൊരു വാക്യമുണ്ട്, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന്. ചിലപ്പോൾ ആ വാക്യം എടുത്ത് എന്നെ പൂട്ടാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന്റെ ബലഹീനത, അങ്ങനൊരു വാക്യമില്ല. അബ്രഹാമിന് വിശ്വാസത്തിൽ ഒരു ബലഹീനത സംഭവിച്ചു. അതാ ഇവിടെ. സ്തോത്രം. ദേശത്ത് ക്ഷേമം കഠിനപ്പെട്ടപ്പോൾ അബ്രഹാം നേരെ മിസ്രയീമിലോട്ട് പോയി. പിന്നെ പോയ പോക്കിന് അമ്മാമ്മയോട് പറഞ്ഞു, സിസ്റ്റർ സാറാമ്മയോട് പറഞ്ഞു, സാറാമ്മ നമ്മൾ മിസ്രയീമിലോട്ടൊന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ സാറാമ്മ പറഞ്ഞു, നമ്മൾ കനാനിൽ പോവാന്ന് പറഞ്ഞാന്നല്ലോ അവിടുന്ന് ഇറങ്ങി. ആരംഭം. ഉടനെ അബ്രഹാം പറഞ്ഞ് കനാനിൽ പോകും വയ മിസ്രയീം. വണ്ടിയുടെ ബോർഡ് കണ്ടിട്ടില്ലേ? ചെറിയ ക്ഷീണം. പിന്നെ അബ്രഹാം സാറാമ്മയോട് പറഞ്ഞു, സാറാമ്മേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണം, നമ്മൾ മിസ്രയീമിൽ ചെല്ലുമ്പോൾ നീ എൻ്റെ സിസ്റ്ററാന്നേ, വൈഫാന്ന്
ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ സാറാ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. അതെ, പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്യും. 20-ാം അധ്യായത്തിലുണ്ട്, വാസ്തവത്തിൽ അവളെൻ്റെ പെങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ അബ്രഹാമും സാറാമയും കൂടെ മിസ്രയീമിൽ അഡ്ജസ്റ്റ്മെന്റിലെ ജീവിതമായിരുന്നു. ബലഹീനതയാണ്. ആ ബലഹീനത എന്നാന്ന് ഞാൻ ഒറ്റവാക്കി പറയാം, വിവരിച്ച് പറയേണ്ടതാ. ഒറ്റവാക്കി പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ വിശ്വാസത്തിൽ ബലഹീനത വന്നു. ആ ബലഹീനത വന്നപ്പോഴാ ഈ ഹാഗാറിനെ കിട്ടിയത്. കാരണം എങ്ങനെ അടിച്ചിരിക്കുന്നത്, മിസ്രയീമ്യ ദാസിയായ ഹാഗാർ. ഈ മിസ്രയീമിലെ പോക്കിലാണ് ഹാഗാറിനെ കിട്ടിയത്. ഹാഗാറിനെ കിട്ടിയത് കൊണ്ടാ ചെറുക്കനുണ്ടായത്. ആര്? അവനിൽ നിന്നാണ് 12 പ്രഭുക്കന്മാരുണ്ടായത്. ഓരോ കുരുക്ക് വരുന്ന കണ്ടോണം. ആ 12 പ്രഭുക്കന്മാരിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന അവരെ പറ്റി എഴുതിയിരിക്കുന്നത് ഇവൻ സഹോദരന്മാർക്ക് എതിരെ പാർക്ക് വന്ന. നിങ്ങൾ ശ്രദ്ധിച്ച, മുഴുവൻ എതിരല്ലേ. അവനെ പറ്റി എഴുതിയേക്കുന്ന അവൻ സഹോദരന്മാർക്ക് എതിരാ. നിങ്ങൾ ശ്രദ്ധിച്ച, മുഴുവൻ എതിരല്ലേ അല്ലേ? നമ്മൾ ഇവിടെ മുഴുവൻ എതിരാ. ഒത്തിരി ഉണ്ട്, ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് പോകുന്നില്ല. ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടുണ്ടോ? പേപ്പർ എടുത്ത് വായിച്ചേ, പ്രശ്നമല്ലേ ഇല്ലേ? എണ്ണി തിട്ടപ്പെടുത്തി കയറേണ്ട പ്ലെയിനകത്ത് എത്ര എണ്ണമാണ് കയറിയത് അല്ലേ? നിങ്ങളിതൊന്നും വായിക്കുന്നില്ലേ, കാണുന്നില്ലേ? ഞാൻ പല പ്രാവശ്യം വെളിനാട്ടിൽ പോയിട്ടുണ്ട്. നിങ്ങളിലും ചിലർ വിമാനത്തിൽ കയറി പോയിട്ടുണ്ട്. നമ്മൾ വിദേശ രാജ്യത്ത് പോകുമ്പം നമ്മുടെ ലഗേജ് അത്യാവശ്യം, ഞങ്ങളൊക്കെ ഞാൻ ഉപദേശമായിരുന്ന ബൈബിള്, പാട്ടുപുസ്തകം, നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത്, പ്രസ്, പിന്നെ നമ്മളെ ക്ഷണിക്കുന്നവരോട് നമുക്ക് ചില കടപ്പാടുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ചെല്ലുന്നതല്ലേ, ഇച്ചിരി മിച്ചറോ മുമ്പേ പറഞ്ഞ പോലെ ഏത്തക്ക വറുത്തതോ അല്ലെ വീട്ടിലുണ്ടായ എന്തെങ്കിലും സാധനങ്ങളുണ്ടല്ലോ ഇല്ലേ, അല്ലെ ഇച്ചിരി അച്ചാറ്, സമ്മന്തിപ്പൊടി. ഇവിടെ സമ്മന്തിപ്പൊടി എന്നാണോ പറയുന്നത്? ഇവിടെ തിരുവനന്തപുരത്ത് സമ്മന്തിപ്പൊടി, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് പരിശോധനയ്ക്ക് എൻ്റെ ദൈവമേ ഷൂ വരെ ഊരിക്കും. നമ്മുടെ ഇച്ചിരി അച്ചാറിരിക്കുന്നതിനാ. ബെൽറ്റുമൊക്കെ ഊരുക, ഓർത്ത നിന്ന് ഇങ്ങനെ മുഴുവൻ അവൻ പരിശോധിച്ച് ഇല്ലേ, സമാധാനത്തോടെ എങ്ങാനും കീന്നൊരു ശബ്ദം കേട്ടാ തീർന്നു ഇല്ലേ? എന്നാ ഇതിന് കാരണം? നമ്മൾ ഇച്ചിരി അത്യാവശ്യം അവരെ പറഞ്ഞിട്ട് ഇച്ചിരി ഉണക്കമീനോ ഉപ്പേരിയോ അച്ചാറോ ഒക്കെയാ കൊണ്ടുവന്നത്. ചിലരതാണോ കൊണ്ടുപോകുന്നത്? അവൻ്റെ അച്ചാറാണോ? നെടുമ്പാശ്ശേരിയിൽ പിടിച്ചു, അച്ചാറ് പിടിച്ചെന്ന് പേപ്പർ വന്നിട്ടുണ്ടോ? പിന്നെന്തോ പിടിച്ചെന്നാ?
വായിച്ചിട്ടില്ലേ? കോഴിക്കോട്ട് എയർപോർട്ട് വെച്ച് ഉപ്പേരി പിടിച്ചു, വായിച്ചിട്ടുണ്ടോ? പിന്നെന്തോ വായിച്ചേക്കുന്നേ? ഇന്ന് വരെ ഉപ്പേരി പിടിച്ചെന്ന് പിടിക്കുന്നത് മുഴുവൻ സ്മഗ്ലിങ്. ഇന്നലെ ഞാൻ വയറ്റിനകത്ത് ഏതാണ്ട് കൊണ്ടുവന്നെന്ന്. ഈ ഏരിയയിൽ പത്രമൊന്നും വരുത്തുന്നില്ലേ? നാളെ മുതൽ ഒരു ന്യൂസ് പേപ്പർ അങ്ങ് വരുത്ത്. 100-300 രൂപയല്ലേ ഉള്ളു മാസം. പേപ്പർ വായിച്ചതാ. എന്താ ഇതിന്റെ എല്ലാം കാരണം? ഇതിന്റെ എല്ലാം കാരണം അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ബലഹീനതയാണ്. ഈ മൂപ്പില ഒരു പോക്ക് പോയതാ മനുഷ്യന് സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പോലും, കിടന്നുറങ്ങാൻ പോലും അല്ലേ? വിശ്വാസത്തിന്റെ ബലഹീനത ഞാൻ വിവരിക്കുന്നില്ല. വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം. എന്നാൽ അതിശ്രേഷ്ഠമായ ഈ വിശ്വാസത്തിന് ക്ഷീണം വന്നു, വിശ്വാസത്തിന്റെ ബലഹീനത. ആ ബലഹീനത വന്നു കഴിഞ്ഞപ്പോൾ ആ മിസ്രയീമിൽ ചെന്നത്. ആ മിസ്രയീമിൽ വെച്ച് സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി, ഇഷ്ടംപോലെ സമ്പത്ത്. കാരണം അബ്രഹാം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ മോളെ. ഇങ്ങനെ അബ്രാമും ഭാര്യ അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രാം ഇഷ്ടം പോലെ സ്വത്ത്. ഈ കണ്ടമാനം കാശ്, ഈ കാശും സ്വത്തും കണ്ടമാനം കുടുംബം നമ്മൾ ഓർക്കുന്ന സമാധാനമാണെന്ന് ചിലര്. ഒരു സമാധാനവും ഇല്ല. കാശും സ്വത്തും കുടുംബ സമാധാനം പോവുക. ചൊവ്വന് കിടന്നുറങ്ങാനൊക്കത്തില്ല. കണ്ടമാനം കാശ് ഇരുന്ന് കഴിയുമ്പോഴാ ഓൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യാന്ന്. ഓൾ ബോഡി. അപ്പം അതിനവിടെ പാക്കേജ് ഉണ്ട്. 6000 രൂപ കൊടുക്കുമ്പോൾ ഓരോന്നിനും ചെക്കപ്പിന് പോയാൽ 20,000 ആയാലും ഒക്കത്തില്ല. അപ്പം ആശുപത്രിക്കാരും ഇത് ബിസിനസ്സില്ലേ, അവരുടനെ ഫാക്കൽറ്റി എല്ലാം കൂടെ കൂടി നിന്ന് നമുക്ക് ആൾക്കാരെ ഇതിനകത്ത് വരുത്താൻ എന്നാ മാർഗം. അപ്പോൾ അവർ പറഞ്ഞു ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യാനൊരു പരസ്യം. അപ്പം ഓൾ ബോഡി ചെക്കപ്പ് 6000 രൂപ. നല്ല കാര്യം. എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് ഓൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പം ക്രിയാറ്റിൻ കുറവ്. ചുമ്മാ ഇരുന്ന തള്ളയാ. ഒരു ഞരമ്പിന് ചെറുതായിട്ട് തലയ്ക്ക് 25 കൊല്ലമായിട്ട് ഒരുമാതിരിപ്പെട്ട ഞരമ്പെല്ലാം പടഞ്ഞു കിടക്കുക. അതല്ലേ മരുമകളോട് കയറി കൊമ്പ് കോർക്കുന്നേ. ചെക്കപ്പിന് ചെന്നതാ. വേറൊരു റിപ്പോർട്ട് വന്നപ്പം ഒരു മുഴ. അത് പിന്നെ പ്രയാസപ്പെട്ട മുഴ മാറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ ഒന്ന് വിളിച്ചാൽ മതി. ഒരുമാതിരിപ്പെട്ട മുഴയല്ല, മുഴയുടെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഇതെല്ലാം ബിസിനസ്സാണ് കൂടുതലും. ഒരു ഉദാഹരണം കൂടെ വേണേൽ പറയാം. കണ്ണാടിക്കടക്കാരും അവരും കൂടെ ധാരണയില്ല. അപ്പം പരസ്യം വന്നു, ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ടാണ്. അപ്പം അപ്പനും അമ്മയും കൂടെ പഠിച്ചു, തങ്കമ്മയെ ഫ്രീ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് പോകാം. പോയേക്കാം. 2 പേരൂടെ ടെസ്റ്റ് ചെയ്തപ്പം റിപ്പോർട്ട് അപ്പന് കുഴപ്പമില്ല, അമ്മയ്ക്ക്. പിന്നെ ഡോക്ടറെ കണ്ട് ഡോക്ടറിനെ പറഞ്ഞ് ഇത് അധികം നാൾ വെച്ചോണ്ടിരിക്കരുത്, ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മിക്കവാറും ഇപ്പം ഇടത്തെ കണ്ണിനേ ഉള്ളൂ, ഒരു വർഷത്തിനകം അത് വലത്തെ കണ്ണിലോട്ടും കയറും. ഒടുവിൽ അമ്മ മിക്കവാറും 2 കാണും, കണ്ണുവേ കാണാതെ. ഉടനെ വെപ്രാളം. ഉടനെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് അപ്പനെ നോക്കി. ഉടനെ അപ്പം പറഞ്ഞ് എന്നാൽ കണ്ണാടിക്ക് കുറിച്ചു. ഉടനെ കണ്ണാടിക്ക് കുറിച്ചു. ഗ്ലാസും ഫ്രെയിമും എല്ലാം കൂടെ 17,000.
ചുമ്മാ വരക്കാതിരുന്ന തള്ളയാ. ബിസിനസ്സാന്നായി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിരവധി വിഷയങ്ങൾ എല്ലാ കാര്യത്തിലും. എന്നാ ഞാൻ നിന്നോടൊരു മാർഗം പറഞ്ഞു തരാം. അഥവാ ഒരു വൈകല്യമോ പ്രയാസമോ തോന്നിയാ ചെയ്യേണ്ടത് രണ്ടുപേരുടെ മുഴങ്കാലം മടക്കി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുണ്ട്. അവന്റെ അടിപ്പിണരാൻ നിനക്ക് സൗഖ്യമാ. യഹോവ നിന്റെ അകൃത്യം മുഴുവൻ മോചിക്കും, സകല രോഗങ്ങളെ സൗഖ്യമാക്കും. അപ്പൊ കാശ് കൂടുന്നത് സുഖമല്ല, അസ്വസ്ഥതയാ. ഇവിടെ അങ്ങനെ തന്നെ കാശ് കൂടിയപ്പോ വഴക്കും പിണക്കവും പ്രശ്നവും, ഇടയന്മാര് തമ്മിൽ ശണ്ട. വിവരിക്കുന്നില്ല. അബ്രഹാമുടനെ ലോത്തിനെ വിളിച്ചേച്ച് പറഞ്ഞടാ, ദേശമെല്ലാം വിശാലമായി ഇഷ്ടമുള്ളതെടുത്തോ, നീ അങ്ങോട്ടാന്ന് ഞാൻ ഇങ്ങോട്ടാ. അപ്പൊ ലോത്ത് നോക്കി, യോർദാനിലേക്കുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ട. അങ്ങനെ ലോത്ത് കൂടാരം അടിച്ചടിച്ചടിച്ചടിച്ച്, ഞാൻ എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല, സോതോമിൽ കൊണ്ട് കൂടാരം കെട്ടി. അബ്രഹാം നേരെ ഹെബ്രോനിലേക്ക് വന്നു. ആ 13-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. 13-ന്റെ ഒടുവിലത്തെ വാക്യം. അപ്പോൾ അബ്രാം കൂടാരം നീക്കി. ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്ത് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അർത്ഥം ഇത്രയേ ഉള്ളൂ. വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം, എന്നാൽ ഇടയ്ക്ക് ബലഹീനത. അതാ മിസ്രൈമിൽ പോയി ഹാഗാറിനെ കിട്ടിയത്. ആ ബലഹീനതയുടെ പ്രശ്നം ഇന്ന് വരെ തീർന്നിട്ടില്ല, കണ്ടോണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ ബലഹീനനായിട്ട് അബ്രഹാം തീർന്നില്ല. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആ ശക്തിപ്പെട്ട കാര്യമാണ് 13-ന്റെ ഒടുവിൽ അബ്രഹാം ഇത് കഴിഞ്ഞപ്പോൾ കൂടാരമടിച്ച് ഹെബ്രോനിൽ വന്നു, മമ്രയുടെ തോപ്പിൽ വന്ന് യാഗപീഠം പണിതു. ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഇന്ന് അങ്ങ് നിർത്താം. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ. സ്തോത്രം. മമ്രെ എന്ന വാക്കിന്റെ അർത്ഥം ബലം. പ്രൈസ് ദി ലോർഡ്. യാഗപീഠം പണിതെന്ന് പറഞ്ഞാൽ ആരാധന. അങ്ങനെയെങ്കിൽ ബലഹീനത വിശ്വാസത്തിൽ വന്നെങ്കിലും അങ്ങനെ തീർന്നില്ല. അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ചു ബലപ്പെട്ടു. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ കുറവൊന്ന് പരിഹരിക്കണം. വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കണമെങ്കിൽ കൂട്ടായ്മയിൽ വരണം. വിശ്വാസത്തിന്റെ കുറവ് തീരണമെങ്കിൽ കൂട്ടായ്മയിൽ വന്നാൽ പോരാ, ആരാധിക്കണം. ആരാധിച്ച് ബലപ്പെടണം. ഇന്ന് രാത്രി ക്ഷീണങ്ങളെല്ലാം നീങ്ങട്ടെ, എല്ലാ തളർച്ചകൾ മാറട്ടെ. കുറെ നാളായിട്ട് ഒന്നിച്ച് കൂടാൻ പറ്റാതൊക്കെ ഇരിക്കുകയല്ലായിരുന്നോ പലരും? ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ബലപ്പെട്ടോണം. സകല ക്ഷീണങ്ങളും കെടുതികളും തളർച്ചകളും മാറി ഈ രാത്രി വിടുതലോടെ വീട്ടിൽ മടങ്ങിപ്പോകണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എത്തിച്ചേരുവാൻ ദൈവം കൃപ നൽകട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ, വിശ്വാസത്തിന്റെ കുറവുകൾ പരിഹരിക്കട്ടെ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിലി ജനമൂലനേറുന്നേ. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിലി ജനമൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ. വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ, ലോകത്തിലേക്ക് യാത്രയോ എന്റെ ശുഭ
9:30 വരെ എടുക്കണമെന്ന ദൈവദാസനും ഞാനും നേരത്തെയുള്ള ധാരണ. എന്നാൽ അല്പം മുന്നമേ അങ്ങ് നിർത്തുക. നിങ്ങൾ നേരത്തെ എനിക്കും അങ്ങോട്ട് പോകാം. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെയും വൈകിട്ടും നമുക്കേറെ സമയം വചനം ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം.